നദിയുടെ തീരത്ത് കോലം വരച്ച് ആയോധന കല അഭ്യസിക്കുന്ന യുവതിയുടെ വീഡിയോ നിയുക്ത ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടേതെന്ന് പ്രചരണം. നിരവധി ആളുകളാണ് ഡൽഹി മുഖ്യമന്ത്രി എന്ന ക്യാപ്ഷനോടെ സോഷ്യൽ മീഡിയ വഴി വീഡിയോ പ്രചരിപ്പിക്കുന്നത്. ഭാരതത്തിന്റെ ഝാൻസി റാണി, ഭാരതാംബയുടെ വീരപുത്രി എന്നൊക്കെയുള്ള ക്യാപ്ഷനിലൂടെയാണ് പ്രചരിക്കുന്നത്. നിലവിൽ ഏതാനും സെക്കൻഡുകൾ ദൈർഘ്യമുള്ള ആ വീഡിയോയിൽ അഭിനയിച്ചിരിക്കുന്നത് ആരാണ്? ഡൽഹി മുഖ്യമന്ത്രിയായ രേഖ ഗുപ്ത RSS പ്രവർത്തനത്തിലൂടെയാണ് രാഷ്ട്രീയത്തിലെത്തിയത്. പിന്നീട് ABVP വഴി സജീവ രാഷ്ട്രീയത്തിലിറങ്ങി. ഫെബ്രുവരി 20 ഷാലിമാർ ബാഗിൽ നിന്നുള്ള കന്നി MLA രേഖ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ആയോധന കലകൾ പരിശീലിപ്പിക്കുന്ന സംഘടനയാണ് RSS എന്ന പ്രചരണം ഉള്ളതിനാൽ വാളും പരിചയുമേന്തി വടികറക്കി പരിശീലനം നടത്തുന്ന യുവതിയുടെ ദൃശ്യങ്ങൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ സോഷ്യൽ മീഡിയ വഴി അതിവേഗം പ്രചരിക്കുകയാണ്. എന്നാൽ ഈ പ്രചരണത്തിലൂടെ കോളടിച്ചിരിക്കുന്നത് പായൽ ജാദവ് എന്ന മറാത്തി നടിക്കാണ്. ഇവരാണ് വീഡിയോ ഷൂട്ട് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരിക്കുന്നത്. കേരളത്തിൽ അത് പ്രചരിക്കുന്നത് നിയുക്ത ഡൽഹി മുഖ്യമന്ത്രിയെന്നും. നിലവിൽ രേഖ ഗുപ്തയുടെ മുഖഛായ വീഡിയോയിൽ ഉള്ള സ്ത്രീക്ക് ഇല്ല. എന്നാൽ പഴയ ചിത്രം എന്ന രീതിയിലാണ് പ്രചരണം. 2023 ബാപ്ലോക്ക് എന്ന ചിത്രത്തിലൂടെ മറാത്തി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് പായൽ ജാദവ്. പണം ഞങ്ങൾ തരും. കൂടാതെ 3 of Us എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷവും ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 19 പോസ്റ്റിൽ മറാത്ത ഭരണാധികാരി ഛത്രപതി ശിവജിക്കുള്ള ആദരാഞ്ജലിയായാണ് ആ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. തൻ്റെ ആയോധന കലയിലെ കഴിവുകൾക്ക് മഹാരാഷ്ട്രയിലെ പരിശീലന സ്ഥാപനമായ സവ്യസാചി ഗുരുകുലം അവരെ പ്രശംസിച്ചിരുന്നു. പൂനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ ജാദവ് ലളിതകലാ കേന്ദ്രയിൽ നിന്ന് ഭരതനാട്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. നേരത്തെ 2023 ജനുവരി 5 വൈറൽ വീഡിയോയിൽ കണ്ടതിന് സമാനമായ ഒരു വസ്ത്രത്തിൽ അവൾ ഒരു ഫോട്ടോ പങ്കിട്ടു. ഇതോടെ നടി പായൽ ജാദവിൻ്റെ വീഡിയോ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ പഴയ വീഡിയോ എന്ന വ്യാജേന ഷെയർ ചെയ്യപ്പെട്ടത് വ്യക്തമാണ്. 26 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യ തലസ്ഥാനത്ത് BJP സർക്കാർ വ്യാഴാഴ്ച അധികാരമേറ്റപ്പോൾ നിറയുന്നത് RSS സ്വാധീനമാണ്. എല്ലാ അർത്ഥത്തിലും BJPയെ RSS നിയന്ത്രണത്തിലാക്കിയെന്നതിന് തെളിവാണ് ഡൽഹി. ഡൽഹിയിലെ BJPയുടെ രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത. സുഷമ സ്വരാജ് മുഖ്യമന്ത്രിയായതിനു ശേഷം നീണ്ട 26 വർഷങ്ങൾക്ക് ശേഷമാണ് BJP ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നത്. RSS പിന്തുണ മാത്രമാണ് രേഖ ഗുപ്തയ്ക്ക് തുണയായത്. ആദ്യമായി MLA ആയപ്പോൾ തന്നെയാണ് 50കാരിയായ രേഖയെ തേടി മുഖ്യമന്ത്രി സ്ഥാനവും എത്തുന്നത്. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയാക്കിയതും RSS പിന്തുണ തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ കേവല ഭൂരിപക്ഷമില്ലായ്മ RSS നിലപാടുകളെ പൂർണ്ണമായും അംഗീകരിക്കാത്തത് മൂലമാണെന്ന വിലയിരുത്തൽ സജീവമായിരുന്നു. ഇതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ അർത്ഥത്തിലും RSSന് വഴങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നാഗ്പൂരുമായി കൂടുതൽ അടുത്തു. ഇതോടെ RSS തിരഞ്ഞെടുപ്പ് സംഘടനാ പ്രവർത്തനം ചടുലമുള്ളതാക്കി. ഇതിൻ്റെ ജയമാണ് ആം ആദ്മിക്കെതിരായ BJPയുടെ ഡൽഹി തേരോട്ടം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെയും RSS നിർദ്ദേശിച്ചു. അത് BJP അംഗീകരിക്കുകയാണ്. പരിവാർ സംഘടനയായ ABVPയിലൂടെ പൊതുരംഗത്ത് സജീവമായതാണ് രേഖ ഗുപ്ത. RSS നേതൃത്വത്തിൻ്റെ അതിവിശ്വസ്തയാണ് രേഖ ഗുപ്ത. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.